السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، ثم الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن استنى بسنته إلى يوم الدين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വളരെ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ഈയൊരു ദിവസം നമ്മുടെ കുടുംബക്കാരും അയൽവക്കക്കാരും ഒന്നും എത്തിപ്പെടാത്ത, ഒരുപാട് ആളുകൾക്ക് കിട്ടാത്ത ഒരു തൗഫീഖാണ് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഇരുത്തവും ഇവിടെ നമ്മൾ ചെലവഴിക്കുന്ന സമയവും ഊർജവും എല്ലാം നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കർമ്മമായി സ്വീകരിക്കട്ടെ എന്നാദ്യമേ പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്നാണ് ക്ലാസ് ഏറ്റെടുക്കേണ്ടി വന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളതും. എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമത്തിൻ, ഒരു അടിമ ഇഖ്ലാസോടുകൂടി പറയുന്ന ഒരു വാക്കായിരിക്കും ഒരു പക്ഷേ അവന് ദറജകൾ ഉയർത്തി കൊടുക്കുന്നത് എന്ന്. ആ ഒരർത്ഥത്തിൽ പരമാവധി ഇഖ്ലാസോടുകൂടി ചില കാര്യങ്ങൾ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നല്ല ഉദ്ദേശത്തോടുകൂടി മജ്ലിസുൽ ഇൽം, ഒരു ഇൽമിൻ്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. നമുക്ക് ചുറ്റും മലക്കുകളുടെ പ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മെക്കുറിച്ച് സൂചിപ്പിക്കും എന്ന രൂപത്തിലൊക്കെ അറിവിൻ്റെ സദസ്സുകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നല്ല ഇഖ്ലാസോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ തീർച്ചയായും നമുക്ക് ഉപകാരപ്പെടും, നമ്മുടെ ജീവിതത്തിലൊരു വഴികാട്ടിയാകും. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മക്കളെക്കുറിച്ചായിരിക്കും. നമ്മുടെയൊക്കെ മക്കൾ നല്ല രൂപത്തിൽ വളർന്ന് നല്ല പഠനവും അതുപോലെ തന്നെ നല്ല ജോലിയും ഒക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഇല്ല. പക്ഷെ അതോടൊപ്പം അവർക്ക് നമ്മൾ കൊടുക്കേണ്ട നിർബന്ധമായിട്ടുള്ള, നമ്മുടെ പേരിൽ ബാധ്യതയായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും റായികളാണ്, മസ്ഊലിയത്തുകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി, ആരുടെ ഉത്തരവാദിത്തമാണോ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് തീർച്ചയായും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഒരു ഉമ്മ എന്നുള്ള നിലക്ക്, അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ഉപ്പമാരും, നമ്മുടെ മക്കളെക്കുറിച്ച് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നമ്മെ ചോദ്യം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹു ഏകാനാണെന്നും അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവെന്നും അതുപോലെ തന്നെ മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും റസൂലുകളിലും പരലോകത്തും വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴികൾ സ്വീകരിക്കണമെന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. അത് മറ്റൊരു വഴി കൊണ്ടോ നമ്മൾ നന്നായതുകൊണ്ടോ അതല്ലെങ്കിൽ ചുറ്റുപാടുകൾ നന്നായതുകൊണ്ടോ ഒന്നും അവർക്ക് അതിനുള്ള കൂലി കിട്ടിക്കൊള്ളണമെന്നില്ല. ഇന്ന ആളുടെ മകനായതുകൊണ്ടോ മകളായതുകൊണ്ടോ അതവിടെ രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ഫാത്തിമത ബിൻത മുഹമ്മദിൻ അൻഖിദി നഫ്സകി മിനന്നാർ. ഫാത്തിമ റസൂലിൻ്റെ മകളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പരലോകത്ത് ഒരു രക്ഷ കിട്ടൂല. ഇന്ന് പലയിടത്തും നമ്മൾ കേൾക്കും ഇന്ന ഉസ്താദിൻ്റെ ആളാണ് അല്ലെങ്കിൽ ഇന്ന ആളുടെ മുരീദാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്നു. വെറുതെ പറയാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് പോലും പരലോകത്ത് രക്ഷപ്പെടൂല. അൻഖിദി നഫ്സകി മിനന്നാർ, നീ സ്വയം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, മക്കളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, പ്രത്യേകിച്ചും നമ്മളെല്ലാവരും സ്ഥിരമായി കേൾക്കുന്നതും പറയുന്നതുമായിട്ടുള്ള ചില വാചകങ്ങളാണ്. എവിടേക്കാണ് ഈ കാലം പോകുന്നത്? നാട് എവിടേക്കാ പോകുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഓരോ വിഷയങ്ങളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ തീർച്ചയായും നമുക്ക് ഒരു ഉത്തമ മുസ്ലിം ആയിട്ട് നിലകൊള്ളാൻ സാധിക്കും. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ജീവിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് സാധിക്കും. അതിന് നമുക്ക് ചില സാധനങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടതെന്നുള്ള. ഒന്നാമത്തത്, മക്കൾ നമുക്കൊരു അനുഗ്രഹമാണ് എന്നുള്ളൊരു മനസ്സിലാക്കലാണ്. ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കുട്ടിയെ കാണിച്ചു തരുമ്പോൾ ആരും നമ്മളോട് വാക്ക് തന്നിട്ടില്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഒരു കുട്ടിയെ നമുക്ക് തരും പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണില്ലാത്ത ഒരു കുട്ടിയെ തരാം, കാലില്ലാത്ത അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസമുള്ള, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരത്തിൽ ഒരു വിരല് കുറഞ്ഞാൽ പോലും നമുക്ക് സഹിക്കാൻ കഴിയും. ഇത് പരിപൂർണമായ ആരോഗ്യത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരു കുട്ടി. എത്ര കുട്ടികളില്ലാത്ത ഉപ്പമാരാണ് അതിനു വേണ്ടി ക്ലിനിക്കുകൾ തേടി ഇറങ്ങുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് ഒഴിഞ്ഞ് മറ്റു പല വഴികളിലേക്ക് നീങ്ങുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ ഇടയിൽ നമുക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് ശാരീരികമായും മാനസികമായിട്ടും ഒന്നും ഒരു പ്രയാസങ്ങളും ഇല്ലാത്തൊരു കുട്ടിയെ കിട്ടി എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്ന തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ്. അതോടൊപ്പം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല, ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഏതൊരു അനുഗ്രഹവും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് അതിഭയാനകമാണ് എന്നും പഠിപ്പിക്കുന്നുണ്ട്. ഇനി ആ മക്കളെ വളർത്തുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസിനെ കുറിച്ചും അവർ ഇടപെടുന്ന ചുറ്റുപാടുകളെക്കുറിച്ചുമൊക്കെ നമ്മളൊക്കെ, ഞാനടക്കമുള്ള ഒരു തന്തവൈബും തള്ളവൈബും ആയി മാറിയിട്ടുണ്ട്. അവരുടെ സംസാരങ്ങളും അവരുടെ ചർച്ചകളും അവരുപയോഗിക്കുന്ന പദങ്ങളും ഒന്നും ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ ചില പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതുപോലും ഒരു ചിരിക്കും. കാരണം അതിന് വേറൊരു അർത്ഥം ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രം പുറത്തു വരുന്ന കുറേ പദാവലികളുണ്ടാവും. അതുപോലെ തന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു സ്കൂളിൽ പെൺകുട്ടികൾക്ക് പാൻറ് ഇടാനുള്ള അവകാശത്തെക്കുറിച്ച് സംസാരിച്ചു വന്നപ്പോഴും പലരും ധരിച്ചത് എന്തായിരുന്നു? അതൊരു പാൻറ്റിൻ്റെ വിഷയമല്ല, എന്തിനാണ് ഇപ്പം അതിനെത്ര സംസാരിക്കുന്നത്? അതുപോലെ തന്നെ ഒരു സൂംബൻ്റെ വിഷയമാണ്, ഒരു ഡാൻസിൻ്റെ വിഷയമല്ല, എന്തിനാണ് ഇത് സംസാരിക്കുന്നത് എന്ന രൂപത്തിലായിരിക്കും പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള വേറെ കുറേ യൂറോപ്പ് ചവച്ചു തുപ്പിയ കുറേ തിയറികൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരാണ് കുറച്ച് പ്രായം കഴിഞ്ഞതിന് ശേഷം 18, 20, 25 വയസ്സായതിനു ശേഷം അവന് പെണ്ണാവാനുള്ള അവകാശമുണ്ട്. അവന് ഒരു 60 വയസ്സ് 70 വയസ്സായാലും ഒരു പെണ്ണിനും ആണിനും
ട്രാൻസ് ഏജ്, അഥവാ എനിക്ക് 6 വയസ്സായിട്ടുള്ളൂ എന്ന് പറയാനുള്ള അവകാശമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, 60 വയസ്സുള്ളൊരു താത്ത വന്നാണ്ട് നമ്മളോട് പറയാം എനിക്ക് 6 വയസ്സായിട്ടുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ പരിഗണിക്കണം. അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയണം. അവിടെ നിൽക്കുന്നില്ല, മൃഗങ്ങളായിട്ട്, എങ്ങനെ മൃഗങ്ങളായിട്ട് 30, 40, 50 വയസ്സുള്ള ഒരു ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു നായിൻ്റെയും പട്ടിൻ്റെയൊക്കെ മുഖം മൂടിയിട്ടിട്ട് കുരക്കുക റോഡിൽ ഇറങ്ങിയിട്ട് കണ്ടിട്ടുണ്ടോ? അത് 1-2 ആളുകളൊന്നല്ല. യൂറോപ്പിൽ അതിനൊരു സംഘടനയിൽ ഏകദേശം 50,000-ന്റെ മേലെ മനുഷ്യ മൃഗങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ അവകാശമാണ്. ഇതൊക്കെ തുടങ്ങുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നാമത്തെ ചവിട്ടുപൊടിയായിരുന്നു ആണും പെണ്ണും തമ്മിൽ എന്ത് ചെയ്യരുത്, വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് കാലം മാറുമ്പം എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു അവബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതും നിർബന്ധമായിട്ടുള്ള കാര്യം. അതിന് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കൾ മാറണം എന്നുണ്ടെങ്കിൽ, എൻ്റെ മകന് അവൻ ഇത്ര ഭാഷ സംസാരിക്കും, അവന് നല്ല IQ ആണ്, മാത്സിലോൻ എങ്ങനെ കൈകാര്യം ചെയ്യും, സയൻസോൻ എങ്ങനെ അറിയാം എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഖുർആനിൽ എത്ര സൂറത്ത് ഓന് ഹിഫ്ദുണ്ട്, എത്ര ഹദീസുകൾ അവനറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള നടന്മാരൊക്കെ കുടുംബ പശ്ചാത്തലം മുഴുവൻ അറിയാവുന്ന പുതിയ ജനറേഷനിലുള്ള നമ്മുടെ മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെക്കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഭയങ്കര സ്നേഹമാണെന്ന് പറയുമ്പോൾ നബിയുടെ മക്കളെക്കുറിച്ച് എത്ര മക്കളുണ്ട്, ആ മക്കളുടെ പേരെന്താണ്, അവരുടെ കുടുംബം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ബോധം എത്രത്തോളം ഉണ്ട്. ഈ രൂപത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ അതിന് ഫസ്റ്റ് തുടങ്ങേണ്ടത് നമ്മുടെ വീടകങ്ങളിൽ നിന്നാണ്. നമുക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇങ്ങനത്തെ ക്ലാസ്സുകൾ അൽഹംദുലില്ലാഹ് വലിയ ഖൈറാണ് നമുക്ക് ഉണ്ടാക്കി തരിക. തുടർച്ചയായിട്ടുള്ള പഠനങ്ങൾ അത്യാവശ്യമായിട്ടുള്ള കാര്യം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വചനം ഇവിടെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഹൃദയം, ഒരു രോഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ, ശ്രദ്ധിച്ച് കേൾക്കുക, രോഗിയായിട്ടുള്ള ഒരു മനുഷ്യന് എത്ര ദിവസം വെള്ളവും ഭക്ഷണവും മരുന്നുമില്ലാതെ ജീവിക്കാൻ പറ്റും? എത്ര ദിവസം പറ്റും? കഴിയൂല. മാക്സിമം പോയാൽ അദ്ദേഹം പറയുന്നത് മാക്സിമം ഒരു 3 ദിവസം വരെയൊക്കെ. അതിനപ്പുറത്തേക്ക് വെള്ളവും ഭക്ഷണവും മരുന്നും ഇല്ലാതെ രോഗിയായ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. എന്നാൽ അദ്ദേഹത്തിന് ഉദാഹരണം വെക്കുന്നത് എന്തുമായിട്ടറിയോ? നമ്മുടെ ഹൃദയവുമായിട്ടാണ്. അദ്ദേഹം പറയുന്നത് 3 ദിവസത്തിലധികം നമ്മുടെ ഹൃദയത്തിന് കിട്ടേണ്ട ഭക്ഷണം കിട്ടാതിരുന്നാൽ അത് മരിച്ചു തുടങ്ങുന്ന. എന്താണ് ഹൃദയത്തിന് കൊടുക്കേണ്ട ഭക്ഷണം? അദ്ദേഹം പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്, ദിക്റുകളാണ്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അറിവുകളാണ്, ഖുർആന് വായിക്കലാണ്, അതിൻ്റെ അർത്ഥം പരിഭാഷ പഠിക്കലാണ്, ഹദീസുകൾ പഠിക്കലാണ്, ഈ രൂപത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കലാണ്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിന് കൊടുക്കേണ്ട ജീവൻ കൊടുത്തിട്ടില്ല എങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ഇങ്ങനെ മരിച്ചു തുടങ്ങുന്ന. എൻ്റെ ഹൃദയമൊന്നും മരിച്ചിട്ടില്ലല്ലോ അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. എന്നിട്ട് അതിന് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഉദാഹരണം കൂടി അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട്. എന്താ അറിയോ? കമാ അന്ന സക്രാൻ, ഒരു സക്രാൻ ആയിട്ടുള്ള ലഹരി ബാധിച്ച ഒരാള്, അയാൾ എന്താ സംസാരിക്കുന്നത്, എന്താ പ്രവർത്തിക്കുന്നത് വല്ല ബോധം ഉണ്ടാവോ? ഇല്ല. കള്ളുടിച്ചോന് പിന്നെ എന്ത്? കള്ളോ കഞ്ചാവോ അടിച്ച ഒരാൾക്ക് പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല. അയാൾ പലതും ചെയ്ത് കഴിഞ്ഞ് ബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാൾ തിരിച്ചറിയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴായിരിക്കും തിരിച്ചറിവ് വരുന്നത് എന്നതുപോലെയാണ്. പിന്നെ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഒരു ക്ലാസ് കേൾക്കുമ്പോൾ, ഖുർആനിൽ ആയത്തുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ബോധം വരും, പടച്ചോനെ ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ ജീവിച്ചത്, അല്ലേ? നമുക്കൊക്കെ തോന്നാറില്ലേ? എത്ര ഭംഗിയായിട്ട് അദ്ദേഹം ഉദാഹരിച്ച്. അപ്പോൾ 3 ദിവസമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരെ കുറിച്ച്. നമുക്കൊന്ന് 3 ദിവസം കൂടി കഴിയൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ഒരു ദിവസം ഒന്നും കേൾക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല പ്രവർത്തനങ്ങളും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. നമുക്ക് റിമൈൻഡേഴ്സ് ഇല്ലായിട്ടാ, നമ്മൾ കേൾക്കായിട്ടാ, നമ്മൾ പലതും പഠിക്കായിട്ടല്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം എന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ സ്ഥിരമായിട്ട് ചൊല്ലുന്ന എത്ര ആളുണ്ട്? അതിനൊരു തൗഫീഖ് കിട്ടണം.
അൽഹംദുലില്ലാ എന്ന് കഴിഞ്ഞിട്ട് പറയണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് സ്ഥിരമായിട്ട് ചൊല്ലുന്ന എത്ര ആളുകളുണ്ട്? അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനയും രാവിലെ ഉറക്കത്തിന് നീക്കുമ്പോൾ, ഉറങ്ങാൻ പോകുമ്പോൾ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കണം, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്താണിത് പലതും ചെയ്യാൻ പറ്റാത്തത്? അതാ പറഞ്ഞത്, നമ്മൾ പോലും അറിയുന്നില്ല. നമ്മുടെ ഹൃദയത്തിന് കിട്ടേണ്ട ജീവൻ കിട്ടാതായി തുടങ്ങിയാൽ അത് 3 ദിവസം അതിനപ്പുറത്തേക്ക് പോവില്ല. മഹാനായ ഒരു സ്വഹാബി ഹംദല റളിയല്ലാഹു അൻഹു ഷഹീദായ സമയത്ത് മലക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹം ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നാഫഖ ഹംദല, നാഫഖ ഹംദല എന്ന് പറയുന്നു. അത് നബിയെ, ഹംദല മുനാഫിഖായി. അപ്പം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. നമ്മളൊക്കെ പ്രശ്നമാണ്. ഇപ്പം നമ്മളൊരു ക്ലാസ് ഇവിടെ എങ്ങനെയാണ്, മാസത്തിലാണോ 2 ആഴ്ച കൂടുമ്പോഴാണ് ക്ലാസ് നടക്കാറുള്ളത് എനിക്കറിയില്ല. നമ്മൾ ക്ലാസ് കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തായാലും നമുക്ക് ചില ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ. മാറണം, ചിലതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, എൻ്റെ മക്കളെടുത്ത് മാറ്റം വരുത്തണം എന്ന് ഉറപ്പായിട്ടും ചിന്തിക്കും. കാരണം അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ കുറിച്ചും കേൾക്കുമ്പോൾ എന്തായാലും ഇതുണ്ടാവും. അത് കേട്ടിട്ട് തിരിച്ചു പോയി 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ലല്ലോ, അങ്ങനെ കുറഞ്ഞു വരും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സ്റ്റുഡൻസിനുള്ള ഒരു പരിപാടി നടത്തിയ സമയത്ത് ഒരു ആൺകുട്ടി അവനെന്നോട് വന്നിട്ട് പറഞ്ഞു, കുറേ കാലമായിട്ടുള്ള ഒരു പ്രണയബന്ധമുണ്ട് എനിക്ക്, ഞാനത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പം തൗബ ചെയ്ത് മടങ്ങുകയാണെന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്നോട് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല കേട്ടോ, എന്നെ കൊണ്ട് കഴിയൂല. അതെന്താ അവിടുന്ന് അങ്ങനെ തോന്നി, പിന്നെ തിരിച്ചു പോയപ്പോൾ അങ്ങനെ തോന്നായിരുന്നേ? അതാ പറഞ്ഞത്, നമുക്കിതിങ്ങനെ കിട്ടേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിന് കൊടുക്കേണ്ട അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള അറിവ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് അള്ളാഹു വെറുതെ പറഞ്ഞല്ല. അള്ളാഹുവിൻ്റെ ദിക്റുകൾ കൊണ്ടല്ലാതെ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടൂല. അത് ലഹരി കൊണ്ടോ പാട്ട് കേട്ടത് കൊണ്ടോ ഒന്നും കിട്ടൂല. നൈമിഷികമായിട്ട് ഞാൻ ഭയങ്കര ടെൻഷനാണ്, ഡിപ്രഷനാണ്, കുറച്ചു നേരം പാട്ട് കേൾക്കട്ടെ, സിനിമ കാണട്ടെ, കുറച്ച് നേരത്തിന് നിങ്ങൾക്ക് എല്ലാം മറക്കാൻ പറ്റുന്നല്ലാതെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരും വീണ്ടും. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അതുണ്ടായിക്കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മക്കളൊരു അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു പിതാവ്, ഒരു മാതാവ് ആ കുട്ടി മരണപ്പെടുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു അവസരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കുട്ടി മരിച്ചിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ നമ്മളെന്താ പറയാ? തലല്ല എനിക്ക് നോക്കൂലേ? കുട്ടി മരിച്ചിട്ട് അൽഹംദുലില്ലാ. പക്ഷെ അതൊരു ബോധമാണ്. എന്താണ് പറയാനുള്ള കാരണം എന്നറിയോ? ഒരുപാട് ആളുകൾക്ക് കുട്ടീനെ കിട്ടിയിട്ടില്ല. കിട്ടിയവർക്ക് പലർക്കും ഒരു പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള കുട്ടിയല്ല. എൻ്റെ കുടുംബത്തിൽ ഉള്ള ഒരു കുട്ടി, എൻ്റെ വളരെ അടുത്ത കുടുംബത്തിലുള്ള ഒരു കുട്ടി, അവന് ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ളൊരു പൂർണ്ണ വളർച്ചയില്ല. ഒരിക്കൽ കുട്ടിയുടെ ഉമ്മ എന്നോട് പറഞ്ഞു, 18-19 വയസ്സായാണ് കുട്ടിക്ക് ആ സമയത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു, 19 വർഷമായി ഞാനൊന്ന് ശരിക്കും ഉറങ്ങിയിട്ട്. ആലോചിക്കുകയാണ്, അങ്ങനത്തെ ഒരു കുട്ടി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതറിയാം. നമുക്കറിയില്ലല്ലോ. അങ്ങനത്തെ കുട്ടികൾ ഉള്ളവർ ചിലപ്പോൾ ഉണ്ടാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അതിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. 19 വർഷം ഒരു മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ട് ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്ക് മോൻ ഉണർന്നോ, അവനെ ഇളകുന്നുണ്ടോ, അവൻ എന്താ ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി, ഒരു സ്വബോധ മനസ്സോടു കൂടിയല്ല അത് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടിയതിന് ശേഷം നമുക്കൊരു മകനെ നഷ്ടപ്പെടുമ്പോഴും മകളെ നഷ്ടപ്പെടുമ്പോഴും അൽഹംദുലില്ലാ, ഇങ്ങനെയുള്ളൊരു കുട്ടിയെപ്പോലും കിട്ടാത്ത എത്ര ആളുകളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വിശേഷമൊന്നും ആയില്ലേ എന്നുള്ളൊരു ചോദ്യം വളരെ സിമ്പിളാണ്. പക്ഷെ അത് ചോദിച്ചതിൻ്റെ പേരിൽ ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. അവരുദ്ദേശിച്ചിട്ടല്ലല്ലോ അവർക്ക് മക്കളെ കിട്ടുന്നൊന്നും, പടച്ചോൻ കൊടുക്കുന്നതല്ലേ. അപ്പം ആ അനുഗ്രഹം തിരിച്ചറിഞ്ഞ ഒരു ഉമ്മ ഉപ്പ മരണപ്പെടുമ്പോൾ ആ കുട്ടിയെക്കുറിച്ച് അൽഹംദുലില്ലാ, എനിക്ക് പടച്ചോൻ ഈ ഒരു വർഷം ഇത്രയെങ്കിലും ഓമനിക്കാൻ ലാളിക്കാൻ ഒരു കുട്ടിയെ തന്നല്ലോ എന്നൊരു ചിന്തയിൽ നിന്ന് വരുന്ന പദമാണ് അൽഹംദുലില്ലാ. അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞ അവന് വേണ്ടി, ആ പറഞ്ഞ അടിമയ്ക്ക് വേണ്ടി ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്ന പേരിൽ ഒരു വീട് സ്വർഗത്തിൽ അവന് വേണ്ടി നിർമ്മിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ അനുഗ്രഹം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തന്നെ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങണം.
അതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പറയുന്ന പലതും ഇന്ന് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ഏറ്റോളണമെന്നില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും നന്നാവുന്നില്ല എന്ന് പറയുന്നത് ഇന്ന് ഏറ്റോളണമെന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഏൽക്കും. അതിങ്ങനെ ഒരു പോയിൻ്റായിട്ട് ഈ ചുമരിൽ കൊത്തിയിടുന്ന പോലെ അവരുടെ മനസ്സിലുണ്ടാവും. കുറേ കാലം കഴിയുമ്പോൾ എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഉപ്പ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് ചിലപ്പോൾ നമ്മൾ മരിച്ചു പോയതിന് ശേഷമായിരിക്കും ചിന്തിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇഖ്ലാസോടു കൂടിയാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ മോൻ നന്നാവണം എന്നുള്ള ആത്മാർത്ഥമായ ഉദ്ദേശ്യത്തോടു കൂടി നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അതിനെന്തുണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും. വളട്ട് കൊടുത്ത് അപ്പം തന്നെ റിസൾട്ട് കിട്ടൂലല്ലോ, കുറച്ച് കാത്തിക്കേണ്ടി വരും. എൻ്റെ വല്യപ്പാനെ ഓർക്കാണ്. വല്യപ്പ ഉമ്മാനോടൊക്കെ കച്ചറുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് സൂറത്തുൽ ലുഖ്മാൻ തുറന്നിട്ട് അമാനി മൗലവിൻ്റെ തഫ്സീർ വായിക്കാൻ പറയും. എന്നിട്ട് അതിലിങ്ങനെ ഉമ്മാനോടുള്ള ബാധ്യതകളെ കുറിച്ച്, ഉമ്മയോട് പെരുമാറുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മിപ്പിക്കുന്ന ആയത്തുകൾ. അന്നിങ്ങനെ എന്താണ് ഇപ്പം ചെയ്യുക, ബാപ്പാൻ്റെ അടുത്ത് നിന്ന് പോവാനും വയ്യല്ലോ എന്നുള്ള ആലോചന. പക്ഷെ ഇന്നത് ബാപ്പ മരിച്ചതിന് ശേഷം എപ്പോഴും ഇവിടെ ഇങ്ങനെ കിടക്കാറുണ്ട്. ആലോചിക്കുമ്പോൾ പലപ്പോഴും കരഞ്ഞു പോവാറുണ്ട്. അന്ന് അങ്ങനെ ചൊല്ലിത്തന്ന പലതും, ഇന്ന് നമ്മൾ ചൊല്ലിക്കൊടുക്കുന്ന പലതും നമ്മൾ കബറിൽ കിടക്കുമ്പോഴും നമുക്ക് പ്രതിഫലങ്ങളായിട്ട് മാറും. ആ രൂപത്തിൽ വീണ്ടും പറയാണ്, നമ്മൾ ചില മാറ്റങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നാൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തിയാലേ അവരുടെ വസ്ത്രധാരണത്തിൽ മാറ്റം വരുള്ളൂ. നമ്മുടെ സംസാരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇടപെടലുകളുമെല്ലാം മാറുന്നതിനനുസരിച്ചാണ് അവരുടെ അടുത്തും മാറ്റങ്ങൾ ഉണ്ടാവുക. നമ്മൾ വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന പദങ്ങൾ അവർ മനസ്സിലാക്കുന്ന സാധാരണ പദമായിട്ടാണ്. നമ്മൾ ഒരു ഭയങ്കര നല്ല ഇസ്ലാമിക ഭവനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രൂപത്തിലുള്ള വാക്കുകളും വസ്ത്രധാരണങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളുമാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മാത്രമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അതിനെ താഴോട്ടുള്ളൊക്കെ മോശമായിട്ട് അവർ മനസ്സിലാക്കുക. നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ വളരെ മുസ്ലിമാണോ അല്ലേ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഭവനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അതായിരിക്കും നോർമൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വിഷയം ഇങ്ങനെ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു വാക്ക്, ഓരോ മഹാന്മാരായ മക്കളുടെ വിഷയത്തിലും ഓരോ മഹാപുരുഷന്മാരുടെ പിന്നിലും മഹതിയായ ഒരു ഉമ്മയുണ്ട് എന്നാണ്. കുറേ ഉദാഹരണങ്ങൾ കാണാം. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ യതീമായിട്ടുള്ള മക്കളായിരുന്നു. അവരുടെ ഉമ്മമാരാണ് അവരെ വളർത്തിയത്. ഇമാം ബുഖാരിൻ്റെ പേര് കേൾക്കാത്ത ഒരു ദിവസം ലോകത്തെവിടെയെങ്കിലും ഈ സമയത്തൊക്കെ ഇമാം ബുഖാരിനെ ഓർമ്മിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത്രയേൽ മഹാനായ ഒരു വ്യക്തിയെ ഉമ്മ പോറ്റിയതാണ്. ആധുനികനായ ഒരു പണ്ഡിതൻ്റെ കഥ ഞാൻ പറയാം. ഒരിക്കലും കച്ചറുണ്ടാക്കിയ വീട്ടിലിങ്ങനെ ഭയങ്കര പൊട്ടിത്തെറിച്ച് നടന്നിരുന്ന ഒരു പ്രായത്തിൽ വീട്ടിൽ അതിഥികൾ വരുന്ന ഒരു സമയത്ത് അതിഥികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ഭക്ഷണത്തിൽ ഈ കുട്ടി കൊണ്ടുപോയിട്ട് മണ്ണാണ് വാരിട്ടു. നമ്മളെന്താ പറയുക? അപ്പം വരുന്ന ദേഷ്യത്തിനൊരു കയ്യും കണക്കുണ്ടാവില്ല. കഷ്ടപ്പെട്ട് വീട്ടിൽ ചിലപ്പോൾ ഒന്നും ഇല്ലാത്ത അപ്പുറത്ത് വീട്ടിൽ മക്കളാരും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പീടിയൊക്കെ പറഞ്ഞു വിട്ട് സാധനം കൊണ്ടുവരിപ്പിച്ച് അത് ഉണ്ടാക്കി വെച്ച് നിൽക്കുന്ന സമയത്താണ് കൊണ്ടുവന്നിട്ട് അതിൽ മണ്ണിടണം. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ ഉമ്മ ഒരു വാക്കാ സമയത്ത് പറഞ്ഞു. അവിടെ ദേഷ്യപ്പെടുകയോ അവനെ മോശമായി ചിത്രീകരിക്കൊന്നല്ല ചെയ്ത് ഇഖ്ലാസോടുകൂടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എൻ്റെ മകനെ ഹറമിലെ ഇമാമാക്കണേ എന്നേനി പ്രാർത്ഥന. ഈ ഖിറാഅത്ത് എല്ലാവർക്കും അറിയില്ല. ആരാ? ഇമാം സുദൈസാണ്. സുദൈസിൻ്റെ ഉമ്മയായിരുന്നു. സുദൈസ് ഹറമിലെ ഇമാമായതിന് പിന്നിലുള്ള കഥ അദ്ദേഹം പറഞ്ഞതാ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ അവരിൽ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. റിദർ റബ്ബി ഫീ റിദൽ വാലിദ്, ഉമ്മയുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന്. അത് നമ്മുടെ ഉമ്മയെക്കുറിച്ചും ചിന്തിക്കണം, നമ്മുടെ മക്കളെക്കുറിച്ചും. നമ്മൾ അവരെക്കുറിച്ച് എപ്പോഴും തൃപ്തിപ്പെടണം. അവരെന്ത് മോശമായിട്ട് ചെയ്താലും നമ്മൾ അവർക്കെതിരിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അവർക്കെതിരിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. നേരെ മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അതിനുള്ള
പ്രതിഫലം തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കും. അവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ആ വാക്കുകൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ തൗഹീദ് എന്നുള്ള വിഷയം നിങ്ങൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. തൗഹീദിനെ കുറിച്ചുള്ള ക്ലാസ്, അഖീദയെ കുറിച്ചുള്ള എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൗഹീദ് എന്താണ്? തൗഹീദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ആരാ പറയാ? ഏകദൈവ വിശ്വാസം. ബാറക്കല്ലാഹു ഫീക്കും. ഏകനാക്കുക എന്നുള്ള വാഹിദ് എന്നുള്ള പദത്തിൽ നിന്നാണ് തൗഹീദ് എന്ന് വരുന്നത്. വാഹിദ് എന്നുള്ള പദത്ത്, വാഹിദ് എല്ലാവർക്കും അറിയില്ല, വാദിസ്നാൻ. ഈ വാഹിദ് എന്നുള്ളതിൽ നിന്നാണ് തൗഹീദ് എന്ന് പറയുന്നത്. ജൗദത്ത് എന്നുള്ള പദത്തിൽ നിന്നാണ് തജ്വീദ് എന്ന് പറയുന്നത്. ജൗദത്ത് പറഞ്ഞാൽ നല്ലത്, അജ്വദ് എന്നുള്ള പേരൊക്കെ കിട്ടിയില്ലേ, അതിനാണ് തജ്വീദ് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ് അർത്ഥം. ഖിറാഅത്ത് നന്നാക്കുന്നതിനെ കുറിച്ച്. വാഹിദുൻ തൗഹീദ് പറഞ്ഞാൽ വാഹിദ് ഒന്ന്, തൗഹീദ് പറഞ്ഞാൽ ഏകനാക്കുക, ഒന്നാക്കുക എന്നാ. എന്തൊക്കെ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കേണ്ടത്? ആർക്കാ പറയാൻ പറ്റുക? അല്ലാഹു ഏകനാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്നുകൂടെ. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അള്ളാഹുവിൽ വിശ്വസിക്കുക. വെരി ഗുഡ്. ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് ഞാൻ പറയാം. 3 കാര്യങ്ങളിലാണ് അള്ളാഹുവിനെ നമ്മൾ ഏകനാക്കേണ്ടത്. ദാത്തിലും സിഫാത്തുകളിലും. വെരി ഗുഡ്, ബാറക്കല്ലാഹു ഫീക്കും. ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞാൽ, തൗഹീദിന് 3 ഖിസ്മുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ പലരും കേട്ടിട്ടുണ്ടാവും. അത് തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, ഇപ്പൊ വരുന്നുണ്ട് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. ഈ 3 കാര്യങ്ങളിലാണ് അള്ളാഹുവിനെ ഏകനാക്കേണ്ടത്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് റബ്ബ്. റബ്ബ് എന്നുള്ള വേർഡ് നിന്നാണ് റുബൂബിയ്യത്ത് എന്ന് വരുന്നത്. റബ്ബ് പറഞ്ഞ എന്താ? രക്ഷിതാവ്. ഭാഷാപരമായിട്ട് രക്ഷിതാവ് എന്നർത്ഥം. ഇപ്പം നിങ്ങൾക്കൊക്കെ വീടുകൾ നോക്കുന്ന ആളുകളാണ് നിങ്ങൾ റബ്ബത്തുൽ ബൈത്ത് എന്ന് പറയാം, ഗൃഹനായിക എന്നർത്ഥം. റബ്ബുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ, റബ്ബുൽ ബൈത്ത് പറഞ്ഞാൽ ഗൃഹനായകൻ. റബ്ബ് എന്ന അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ 3 അർത്ഥങ്ങളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഇനി നമ്മൾ പറയുമ്പോൾ ഈ 3 അർത്ഥം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കി. അതിന് അർത്ഥത്തിന്റെ ഗാംഭീര്യവും സൗന്ദര്യവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഒന്നാമത്തെ റബ്ബ് എന്ന് പറയുമ്പം ഖാലിഖാണ് എന്നുള്ളത് അതിൽ വന്നു. അള്ളാഹുവാണ് സൃഷ്ടിച്ചവൻ എന്നുള്ള അർത്ഥം അതിലുണ്ട്. അള്ളാഹുവാണ് മാലിക് എന്നുള്ള അർത്ഥത്തിലുണ്ട്. അള്ളാഹുവാണ് ഉടമസ്ഥൻ. മൂന്നാമത്തെ അർത്ഥം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം. മുദബ്ബിർ എന്നുള്ള അർത്ഥം. ഖാലിഖും മാലിക്കും മുദബ്ബിറുമായവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. റബ്ബ് എന്നുള്ള ഒറ്റ വേർഡിന്റെ അർത്ഥം. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഉടമയായ, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനാകുന്നു സർവസ്തുതിയും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് തൗഹീദുർ റുബൂബിയ്യ. അഥവാ അള്ളാഹുവാണ് സൃഷ്ടിച്ചവൻ, അള്ളാഹുവാണ് റിസ്ക് തരുന്നവൻ, അള്ളാഹുവാണ് മഴ വർഷിപ്പിക്കുന്നവൻ, അള്ളാഹുവാണ് നമ്മെ ജനിപ്പിക്കുന്നവൻ, നമ്മെ മരിപ്പിക്കുന്നവൻ തുടങ്ങിയ എല്ലാ കാര്യവും ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും പങ്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ പിന്നെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. മുദബ്ബിർ അള്ളാഹു മാത്രമാണ്, മുദബ്ബിറുൽ ആലം വേറൊരാളുണ്ട് എന്ന് വിശ്വസിച്ചാൽ പിന്നെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, സ്വീകരിക്കൂല പടച്ചോൻ. എത്ര ഇഖ്ലാസോട് കൂടി ചെയ്താലും പടച്ചോനിൽ ഈ വിഷയത്തിൽ അള്ളാഹു മാത്രമായിട്ട് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പങ്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ മൊത്തം ബാത്തിലാവും. ഇത് നബിമാരെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരുപാട് നബിമാരുടെ പേരുകൾ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ബാത്തിലായിത്തീരും. ഇത് തൗഹീദിന് ഒന്നാമത്തെ ഖിസ്മ, അഥവാ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. ഇത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണം. കാരണം പലപ്പോഴും തൗഹീദിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വലിയ കുട്ടികൾക്ക് പോലും എന്താണ് തൗഹീദ്, ഇത് കുറെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എന്താണ് ഇതെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പലർക്കും അറിയാറില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. തൗഹീദ് പറഞ്ഞ അള്ളാഹുവിനെ ഏകനാക്കലാണ് 3 കാര്യങ്ങളിലാണ്. ഒന്നാമത്തെ കാര്യം അള്ളാഹു ആണ് റബ്ബ് എന്നുള്ള. ഈ റബ്ബ് എന്നുള്ളതിന് 3 അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് ചുരുക്കി നമുക്ക് പറയാം.
രണ്ടാമത്തെ തൗഹീദുൽ ഉലൂഹിയ, ഇത് ഇലാഹ് എന്നുള്ള വേർഡിൽ നിന്ന് വരുന്ന, അഥവാ അള്ളാഹു മാത്രമാണ് ഇലാഹ്, അഥവാ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇതാണെന്ത്? തൗഹീദുൽ ഉലൂഹിയ. ഇത് വേറൊരു ഭാഷയിൽ ചുരുക്കി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പറയാം, ഇത് നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട. എങ്ങനെ? തൗഹീദുൽ റുബൂബിയ്യത്ത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാണെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ്യത്ത് സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ചിലത് അഥവാ ആരാധനകൾ അത് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടതാണ്. അതിൽ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ നിസ്കരിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല, സ്വീകരിക്കൂല, ഉറപ്പ. നബിമാനെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ എത്രയോ താഴെയല്ലേ, പടച്ചോൻ സ്വീകരിക്കൂല. അപ്പൊ തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, ആരാധനകളായിട്ട് എന്തൊക്കെയുണ്ടോ, നമസ്കാരമാവട്ടെ, ഇന്നിപ്പോ സുജൂദ് പോലും നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ എങ്ങനെ സുജൂദ് ചെയ്യാൻ കഴിയും? ഖബറിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നവനും പേര് മുസ്ലിം. നഊദു ബില്ലാഹ്. സുജൂദ് എന്നുള്ള ഒരു ആരാധനയാണ്. ആ ആരാധന അള്ളാഹുവിനല്ലാതെ ഒരാൾക്ക് കൊടുത്താൽ ശിർക്ക് സംഭവിച്ചു. പ്രാർത്ഥന ആരാധനയാണ്. അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്ക് സംഭവിച്ചു. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നേർച്ച വഴിപാടുകൾ കൊടുത്താൽ ശിർക്ക് സംഭവിച്ചു. അപ്പൊ അള്ളാഹുവിന് മാത്രമായിട്ട് കൊടുക്കേണ്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്ത ആർക്ക് നമ്മൾ കൊടുത്താലും അവിടെ ശിർക്ക് സംഭവിക്കും. ഇതാണ് രണ്ടാമത്തെ. ഒന്നാമത്തെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് പങ്കുകാരില്ല എന്ന് വിശ്വസിക്കലാണ്. രണ്ടാമത്തെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് മാത്രമായിട്ട് കൊടുക്കേണ്ടതിൽ നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, പങ്കു ചേർക്കാൻ പാടില്ല. മൂന്നാമത്തെ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളിലും അതുപോലെ തന്നെ സിഫാത്തുകളിലും. അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട്? 99 നാമങ്ങളാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ പേരുകൾ. അവിടെ ലിമിറ്റഡ് അല്ല. അള്ളാഹുവിന്റെ പേരുകൾ ഒരുപാട് പേരുകളുണ്ട്, നമുക്ക് പഠിപ്പിച്ച് തന്നത് 99 ചില്ലാനങ്ങളാണ് എന്ന് മാത്രം. ആ നാമങ്ങളൊന്നും വേറെ ഒരാൾക്കും അതുപോലെ നമ്മൾ അള്ളാഹ് എന്ന് വേറെ ഒരാളെ വിളിക്കാൻ പറ്റുമോ? പറ്റൂല. അർ റഹീം എന്നൊരാളെ വിളിക്കാൻ പറ്റൂല. റഹീം എന്ന് പറയുന്നു അർ റഹീമും വ്യത്യാസം. അള്ളാഹുവിന്റെ പേര് അർ റഹീമാണ്, അൽ ഗഫൂറാണ്, അൽ വദൂദാണ്, അൽ അസീസ്, അൽ ഹക്കീം, അൽ ഖദീർ, ഇതൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങളാണ്. നേരെ മറിച്ച് ഈ അൽ ഒഴിവാക്കിയിട്ട് പറയുന്ന വേറെയാണ്. അബ്ദുർ റഹീം എന്ന് നമ്മൾ റഹീമേ എന്ന് വിളിക്കാറുണ്ട്, അർ റഹീമേ എന്ന് പറയാൻ പറ്റില്ല. അർ റഹ്മാൻ എന്നൊരാളെ വിളിക്കാൻ പറ്റൂല അള്ളാഹുവിനല്ലാതെ. അത് അള്ളാഹുവിന്റെ മാത്രം പേരുകളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന് മാത്രമായി സാധിക്കുന്ന ചില പ്രവർത്തനങ്ങൾ. അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അള്ളാഹു കാണുന്ന പോലെ ആരെങ്കിലും കാണുമെന്ന് വിശ്വസിച്ചാൽ പ്രശ്നമാണ്. അള്ളാഹു കേൾക്കും പോലെ ഞാൻ കേൾക്കും, അല്ലെങ്കിൽ ഒരാൾ കേൾക്കും എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അള്ളാഹു കേൾക്കും പോലെ, അള്ളാഹു അറിയും പോലെ, അള്ളാഹു കാണുന്ന പോലെ, അള്ളാഹു സൃഷ്ടിച്ച പോലെ, അള്ളാഹു ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. ഇതാണ് അസ്മാഉം സിഫാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു നിയമം കൂടി. ഇപ്പൊ നമ്മൾ മക്കൾക്ക് പേരിടുമ്പോൾ എന്താ ചെയ്യുക? എന്താണ് പേരിടുക? നല്ല അർത്ഥമുള്ള പേരോ നോക്കിയിടുക അല്ലേ? ചോദ്യം, നമ്മൾ ചിലപ്പോൾ സിദ്ദീഖ് എന്നുള്ള പേരുള്ള മക്കൾ ഇവിടെ ഉള്ളവരുണ്ടോ എനിക്കറിയില്ല കേട്ടോ. സിദ്ദീഖ് എന്ന അർത്ഥം എന്താ? സത്യപ്പെടുത്തുന്നവൻ. അബൂബക്കർ സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ. സിദ്ദീഖ് എന്ന പേരുള്ള പലരും കളവ് പറയാറില്ലേ? ഇല്ലേ? പച്ച കള്ളന്മാരായിട്ട് കളവ് മാത്രം പറയുന്നവർക്കും പേര് ചിലപ്പോൾ സിദ്ദീഖായിരിക്കും. ഇവിടെ ആരെങ്കിലും കേൾക്കണില്ല നല്ലരുത്. അതേപോലെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇപ്പം എൻ്റെ പേര് പറയാം, ഷെഫീഖ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ പേര് ഷെഫീഖ് ആയതുകൊണ്ട് ഇതിൽ ഉൾക്കൊള്ളുന്ന കാരുണ്യം എന്ന അർത്ഥം എനിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതെല്ലാ സമയവും എനിക്ക് ഉണ്ടായിക്കൊള്ളണമെന്ന് ഒരു ഉറപ്പുമില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലാത്ത സമയം ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിൻ്റെ പേരുകൾ അങ്ങനെയല്ല. അള്ളാഹുവിനൊരു പേര് പറയുന്ന അസ്മാഉല്ലാഹി തആല അഅ്ലാമുൻ വ ഔസാഫുൻ. അള്ളാഹുവിനൊരു പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിന്റെ താഴെ വരുന്ന അർത്ഥം ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ അള്ളാഹുവിനുണ്ട് എന്നുകൂടെ വിശ്വസിക്കലാണ് അള്ളാഹുവിന്റെ പേരുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പേരിന്റെ പ്രത്യേകത. അള്ളാഹുവിന് അർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പേര് മാത്രമല്ല, അള്ളാഹു അങ്ങേയറ്റം സത്യവിശ്വാസികളോട് കരുണ കാണിക്കുന്നവനാണ് എന്ന അർത്ഥം അതിനുണ്ട്.
അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം പരമവിശാലമാണ്, എല്ലാത്തിലും റഹ്മതി വസിഅത് കുല്ല ശൈ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എല്ലാത്തിലും വിശാലമായതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന അർത്ഥം കൂടി അതിനുണ്ട്. അല്ല, അള്ളാഹുവിന്റെ പേര് മാത്രമല്ല അർ റഹ്മാൻ. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ പേരുകളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയാൻ ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്ന അള്ളാഹുവിന്റെ പേരുകളാണ്. നിങ്ങൾ പിന്നെ പടപ്പുകളിലേക്ക് ഒന്ന് നോക്കി, ഒന്നിലധികം പേരുള്ള ഒരു വിഷയം, ഒന്നിലധികം പേരുള്ള ഒരു കാര്യം, ഈ ഓരോ പേരും എന്തിനായിരിക്കും സൂചിപ്പിക്കുന്നത്? അതിൻ്റെ ഓരോ വിശേഷണത്തെ ആയിരിക്കും. ഇപ്പം അള്ളാഹുവിൻ്റെ കലാമിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് കുറേ പേരുകളുണ്ട്. അതൊക്കെ എന്തിനാ സൂചിപ്പിക്കുന്നത്? സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ചിലപ്പോൾ കുറേ പേരുകളൊന്നും. അങ്ങനെയാണ് അറബിയിൽ ഒട്ടകത്തിനൊക്കെ 100-ലധികം പേരുകളൊന്ന്. ഒറ്റക്കാലുള്ള ഒട്ടകത്തിന് വേറെ പേരാണ്, ഒറ്റക്കണ്ണുള്ള ഒട്ടകത്തിന് വേറെ പേരാണ്, പെണ്ണൊട്ടകത്തിന് വേറെയാണ്, കളറിനനുസരിച്ച് വേറെയാണ്. ഇങ്ങനെ 100ഓളം പേരുകളുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താ? അതിൻ്റെ ഓരോ വിശേഷണത്തെയാണ്. ഇത് പടപ്പുകളിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചു തന്ന അസ്മാഉകളും സിഫാത്തുകളും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴാണ് അള്ളാഹുവിനെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോഴാണ് അള്ളാഹുവിനെ മുൻഗാമികൾ ഭയന്ന പോലെ പേടിച്ച് ജീവിക്കാൻ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കാനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുക. അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഇതാണ് മർമ്മം തൗഹീദ്. അതിൽ തെറ്റിയോ മുഴുവൻ തെറ്റും. അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു കാണുന്ന പോലെ കാണും എന്ന് ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിൽ കേൾക്കാറില്ലേ? ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ. ഞാൻ ഒരിക്കൽ മദീന ഹറമിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ അബ്ദുൽ ലത്തീഫ് ഷാമാനി ഹഫിദുല്ലാഹു തആല എന്ന് പറയുന്ന ഒരു പ്രഗത്ഭ പണ്ഡിതൻ, അദ്ദേഹം പറയാണ്, അദ്ദേഹം ആഫ്രിക്കയിലുള്ള ഒരു രാജ്യത്ത് പോയി. എന്നിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ ഒരാൾ മാത്രമുണ്ട് മൂലക്കലിരിക്കണം. എല്ലാവരും ജമാഅത്തിന് കൈവിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോൾ മൂപ്പര് അത്ഭുതപ്പെട്ടു, ഇത് എന്താ പള്ളിയാണല്ലോ, എന്തായാലും മുസ്ലിങ്ങളല്ലേ കയറുള്ളൂ. അപ്പോൾ മൂപ്പര് ഒറ്റക്കെന്താ അവിടെ ഇരിക്കണേ? നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മൂപ്പര് നിങ്ങൾക്ക് അറിയില്ല, മൂപ്പരേ മക്കത്ത് നിസ്കരിക്കണത്. ഏത് പള്ളിയുടെ മൂലക്കലിരുന്നിട്ട് മൂപ്പര് മക്കത്ത് നിസ്കരിക്കുന്നത്. നമ്മുടെ നാട്ടിലും പലപ്പോഴും കേൾക്കാറുണ്ടാവുമല്ലോ. ഒരു അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പോലും മടിന്നിട്ട് അതിന് വരെ കറാമത്ത് കഥകളും ഉണ്ടാക്കി കൊണ്ടുവരിക. ഈ രൂപത്തിൽ ഇത് ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. എല്ലായിടത്തും ഈ രൂപത്തിലുള്ള ചില പൊള്ളവാദങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ളത് ഒരു കണ്ണാടി ചില്ലുപോലെ വ്യക്തമായി നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി കാണും എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ നഊദു ബില്ലാഹ്, കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണുന്ന പോലെ കൽബിനകത്തുള്ളത് കാണുന്നവനാണ് എന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ഒരാൾ വിശ്വാസം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം പോലും വിശ്വസിക്കാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, അയാളാണ് ഇവിടെ ഫ്ലൈറ്റുകൾ കൂട്ടിയെടുക്കുന്നതിനൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം ഇപ്പോഴും എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നഊദു ബില്ലാഹ്, പിന്നെ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നിസ്കാരം, ഇതൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ വെറുതെയാണ്. സൂറത്തുൽ ഗാശിയയിലെ ആയത്തുകൾ നമുക്കൊക്കെ പരിചയം ഉണ്ടാവും. അതിലൊരു 3-ാമത്തെ ആയത്താണ് ആമിലത്തുൻ നാസിബത്തുൻ. ആമില എന്ന് പറഞ്ഞാൽ പണിയെടുത്ത്, നാസിബ എന്ന് പറഞ്ഞാൽ തളർന്നവർ എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ടിട്ട് ഒരിക്കലും ഒരു ക്രിസ്തീയ പുരോഹിതൻ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഈ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ കരഞ്ഞു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, പണിയെടുത്ത് തളർന്നിട്ടാണ് അവർ പരലോകത്തേക്ക് വരിക അല്ലേ? അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് കുറേ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ പ്രവർത്തനങ്ങളൊന്നും പടച്ചവൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ കരഞ്ഞതാണ്. ഇത് അവരെക്കുറിച്ച് മാത്രമല്ല, തൗഹീദ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. നമ്മൾ മരണം വരെ കഷ്ടപ്പെട്ട് ജീവിച്ചാലും, എത്ര കഷ്ടപ്പെട്ടാലും, നേരത്തെ പറഞ്ഞ 3 അടിസ്ഥാനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അത് 3 വിഷയങ്ങളിൽ, അത് റബ്ബ് അള്ളാഹു മാത്രമാണ്, അഥവാ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ. അതുപോലെ തന്നെ അള്ളാഹുവാണ് ഇലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, അഥവാ നമ്മൾ കൊടുക്കുന്ന ആരാധനകളിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കാതെ, അള്ളാഹുവിൻ്റെ അസ്മാകളിലും സിഫാത്തുകളിലും പങ്കു ചേർക്കാതെ ജീവിച്ചാൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇത് പലപ്പോഴും പറയുമ്പോഴേ തൗഹീദ് നമ്മൾ ആരോടും പറയുമ്പോഴും കേൾക്കാൻ, നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിൽ വേറെ കുറേ കാര്യങ്ങളില്ലേ,
അതൊക്കെ പറഞ്ഞോളൂ, അതെല്ലാവർക്കും കേൾക്കാം, ആർക്കും പ്രശ്നം. തൗഹീദ് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ ആൾക്കാരുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കണമെന്നാണ് ചോദിക്കാം, പലപ്പോഴും കേൾക്കാറുള്ള. ഇത് ഭിന്നിപ്പല്ല സഹോദരിമാരെ, ഇത് അള്ളാഹു പറഞ്ഞ വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ, അള്ളാഹുവിൻ്റെ ആ പാശത്തിലേക്ക് എല്ലാവരും ഒരുപോലെ വിളിക്കുക ചെയ്യുന്നത്, ഏകത്വത്തിലേക്കാണ് വിളിക്കുന്നത്, ഭിന്നിക്കാനല്ല, ഒന്നിലേക്കാണ് വിളിക്കുന്നത്. തൗഹീദ് പറയുമ്പോൾ പലപ്പോഴും ഉള്ളിൽ എന്തോ ഒരു പ്രയാസം. പക്ഷെ വിശ്വാസികൾ അങ്ങനെയല്ല. അള്ളാഹുവിൽ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവർക്ക് തൗഹീദ് പറയുമ്പോൾ കിട്ടുന്ന ഒരു കുളിർമ, എത്ര കേട്ടാലും വീണ്ടും അത് കേൾക്കുമ്പോൾ ഇങ്ങനെ കരച്ചിൽ വരും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു പുസ്തകം പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു അധ്യാപകൻ പറഞ്ഞു, ഞാൻ 8 പ്രാവശ്യം ഈ പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പം അതിന് മുമ്പ് കുറേ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കിത് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. അവർക്ക് അത്ര പഠിക്കാനുണ്ടെങ്കിൽ നമുക്കിനി എത്ര 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 പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ പ്രാധാന്യം കൂടിയാണ് അത് സൂചിപ്പിക്കുന്നത്. എത്ര കേട്ടാലും തൗഹീദിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യില്ല, അത് ഇങ്ങനെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് അതിനോടൊരു വല്ലാത്ത ഇഷ്ടം തോന്നും. അത് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, വേറെ ആരെക്കുറിച്ചും അല്ല, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ഇഷ്ടമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയാൽ, ഞാൻ ഒരിക്കൽ ഖുത്ബ പറയുന്ന പള്ളിയിൽ തൗഹീദിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് 2ാമത്തെ ഖുത്ബ പോലും പൂർത്തിയാക്കാത്ത ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്ത്? അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധനയായിട്ടുള്ള ഒരു കർമ്മം അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, നിസ്കരിക്കാൻ പോലും നിൽക്കാതെ. നഊദുബില്ലാ. അപ്പം അത്രത്തോളം അശ്രദ്ധരാണ് ആളുകൾ തൗഹീദിൻ്റെ വിഷയം. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, നമ്മളും നമ്മുടെ മക്കളും. കാരണം നിങ്ങൾ അമ്പിയാക്കളുടെ പ്രാർത്ഥന എടുത്ത് നോക്കി, പ്രത്യേകിച്ച് അബുൽ അംബിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്, റബ്ബി ജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബേ, എന്നെയും എൻ്റെ മക്കളെയും ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തുകൊള്ളണമേ എന്ന്. അങ്ങനെ ആരാധിക്കുന്നവർക്ക് ആരാധിക്കാം, അതിനുള്ള അവകാശമുള്ള നാടാണ്, ആരെയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരു മുസ്ലിമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളത് ലോകം മുഴുവൻ, ഏത് കാലഘട്ടത്തിലും ഏത് ദേശത്തും ഏത് കാലത്തും ജീവിക്കുന്നവർക്ക് ജീവിക്കാനുള്ള മാർഗദർശനമായി അവതരണമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താപ്പത്? ഒരു നബിയല്ലേ, എല്ലാ നബിമാരും ബാപ്പ എന്നറിയപ്പെടുന്ന പ്രവാചകനല്ലേ, എന്നിട്ട് പോലും ആ നബിൻ്റെ പ്രാർത്ഥന എന്താ? മക്കൾക്ക് വേണ്ടി അവർക്ക് വലിയ മണിമാളികകൾ ഉണ്ടാവണം, അവർക്ക് വലിയ ജോലി കിട്ടണം, പഠനം, ഇതൊന്നല്ലല്ലോ പറഞ്ഞ്, എൻ്റെ മക്കളെയും തൗഹീദുള്ളവരാക്കണമേ എന്ന് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഇഖ്ലാസോടുകൂടി ഉള്ളറിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ ഒരു സമയത്ത് ഇരുന്നിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പടച്ചോനോട് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം, അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുവഹിദീൻ, അല്ലാഹുവേ നിന്നെ ഏകനാക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ, മുവഹിദീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്നാ. അത് നമ്മളെയും നമ്മുടെ മക്കളെയും. വേറെ എന്ത് കിട്ടിയിട്ടില്ലെങ്കിലും അവരെന്ത് ചെയ്തോളും? ജീവിച്ചു പോയിക്കോളും. മരിച്ചു പോകുമ്പോൾ ഇവിടെ എത്ര മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടും മക്കൾ വലിയ വലിയ നിലയിലെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ മക്കളും എത്തിക്കോളും, നിങ്ങൾ ആരും ബേജാറാവണ്ട. അത് ഏറ്റെടുക്കാൻ ചിലപ്പോൾ പോലെ തന്നെ സ്വയം പണിയെടുത്തിട്ട് ഉയർന്നോളും, അല്ലെങ്കിൽ അവരുടെ കാര്യം ഏറ്റെടുക്കൽ ഒരു മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്, അത് അവർ ചെയ്തോളൂ. നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ തൗഹീദ് മനസ്സിലാക്കിയിട്ടുണ്ടോ, അത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, അത് ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെടും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹദീസിലേക്കാണ് തിരിച്ചു വരുന്നത്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. അത് നമ്മൾ ചില സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് മക്കൾ നല്ല മൂഡിൽ നിൽക്കുന്ന സമയത്തോ അവരെ വിളിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ അതിങ്ങനെ ഡോസായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവിടെ പറഞ്ഞു കൊടുക്കുമ്പോഴും നേരത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ മനസ്സിലെ ഉദ്ദേശം നന്നാവണം. ആത്മാർത്ഥമായിട്ട് ഒരു കളങ്കവുമില്ലാത്ത ആത്മാർത്ഥമായിട്ടുള്ള അവരോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ, അതും അതിൻ്റെ മുമ്പ് പഠിച്ചോനെ ഞാൻ എൻ്റെ മകനോട് ഇത് പറയാൻ പോകുന്നു, അത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി തൗഫീഖ് കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഉപകാരപ്പെടും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠം അത് തൗഹീദാണ്, തൗഹീദാണ്, തൗഹീദാണ്. അതുപോലെ തന്നെ പലപ്പോഴും ജീവിതത്തിൽ പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വരും. അത് ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം, കഞ്ഞി
വെക്കുമ്പോൾ അല്ലെങ്കിൽ ചോറ് വെക്കുമ്പോൾ കല്ലുള്ള അരി കൊണ്ട് ചോറ് വെച്ചാൽ എന്താ പോയിക്കുക? കല്ല് കടിക്കും അല്ലേ? ഉറപ്പായിട്ടും കല്ല് കടിക്കും, അതിൽ കല്ലുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ഇവിടെ സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചോളിന്നാ അല്ല. ലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഇവിടെ നിങ്ങൾക്ക് ആൾക്കാരുടെ മരണം കൊണ്ടും നിങ്ങളുടെ ധനനഷ്ടം കൊണ്ടും അതുപോലെ തന്നെ വിശപ്പ് കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതാണ് ഈ ജീവിതം. അതല്ലാത്തൊരു ജീവിതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പരലോകത്താണ്. അത് പരലോകത്താണ്. ഒന്നുകിൽ പ്രയാസം മാത്രമുള്ള ജീവിതം, അല്ലെങ്കിൽ നന്മകൾ മാത്രമുള്ള ജീവിതം. അത് പരലോകത്താണ്. ഇവിടെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കല്ലുള്ള ചോറ് കൊണ്ട് അരി വെച്ചാൽ അത് കടിക്കും എന്നുള്ളത് പോലെ നമ്മുടെ ജീവിതത്തിൽ, ഈ ജീവിതത്തിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ മരണവും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതമൊക്കെ പടച്ചോൻ നിശ്ചയിച്ചെന്തിനാ? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. നമുക്കിങ്ങനെ തോന്നും, എന്താ പടച്ചോപ്പം എല്ലാവർക്കും ഒരേപോലെ പിന്നെ ധനമൊക്കെ കൊടുത്താൽ അല്ലേ? ചിലപ്പോൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ എത്ര വലിയ പൊട്ടത്തരാണത് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. നമ്മളൊന്ന് ആലോചിക്കുക, എല്ലാവർക്കും ഒരുപോലെ പഠിച്ചോൻ പൈസ കൊടുത്തേ പിന്നെ എന്തിനാ ജോലിക്കോണ്? എല്ലാവർക്കും ഒരുപോലെ പഠിച്ചോൻ അറിവ് കൊടുത്തേ പിന്നെ എന്തിനാ സ്കൂൾ കോണ്? അപ്പൊ ഈ സമത്വം എന്നൊക്കെ പറയുന്ന കേൾക്കാൻ വലിയ സുഖേക്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സൂറത്തു സുഖ്റുഫിലോ അതോ സൂറത്തു ഫുസ്സിലത്തിലോ ആയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, അള്ളാഹു ഏറ്റക്കുറച്ചിലുകളോട് കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതെന്തിനാ? താഴെ നിൽക്കുന്നവർ മേലുള്ളവരുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം നിലനിർത്താൻ വേണ്ടി. ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ്യ ഔ കമാ ഖാല അല്ലാഹു അസ്സ വജൽ. അത് അവരെപ്പോഴും ചില ആളുകളുടെ അടുത്ത് ജോലിക്ക് പോവേണ്ടി വരും. അപ്പോഴാണ് അവർക്കുള്ള ഇൻകം കിട്ടുന്നത്. ചിലപ്പോൾ ഇവർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൊന്തും, മറ്റൊരു താവും. അത് പടച്ചോൻ്റെ ഈ ജീവിതത്തിലുള്ള ആയത്തുകളാണ്. അത് നമുക്ക് മാറ്റം വരുത്താൻ കഴിയൂല. അത് അംഗീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക സുഖമുണ്ട്. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് യഥാർത്ഥത്തിലുള്ള അമ്ന സുരക്ഷിതത്വമുള്ളത് എന്ന്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ പറഞ്ഞതല്ല. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചതിൻ്റെ എത്ര മടങ്ങ് പ്രയാസങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച് ജീവിച്ചിരിക്കുമ്പോൾ. ഉപ്പനെ കണ്ടിട്ടില്ല. 6-ാം വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു, 8-ാം വയസ്സിൽ വല്ലിപ്പ മരണപ്പെട്ടു. പിന്നെ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഭാര്യമാര് മരണപ്പെട്ടു പോകുന്നുണ്ട്, മക്കൾ മരണപ്പെട്ടു പോകുന്നുണ്ട്, ആൺകുട്ടികൾ മൊത്തം മരണപ്പെട്ടു പോയി, പെൺകുട്ടികൾ മരണപ്പെട്ടു പോയി. നമ്മൾ ഒരു സമാധാനത്തിന് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ, സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥ ആലോചിക്കുക. നമുക്ക് ആലോചിക്കാൻ പറ്റും. നമ്മുടെ ഫിത്രത്തിലുള്ളതാണ് നമ്മുടെ നാടിനോടുള്ള സ്നേഹം, ദേശസ്നേഹം എന്നുള്ളത് പറയുന്നത് നമ്മുടെ ഫിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് എന്നാണ്. അമ്പിയാക്കളുടെ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വഹാബിമാരുടെ ചരിത്രത്തിലൊക്കെ കാണാം, മക്ക വിട്ടു പോകുമ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രയാസത്തെക്കുറിച്ച് കാണാം. അങ്ങനെ പ്രയാസപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാനെ നാട്ടിക്കുമ്പോൾ അവിടുന്ന് കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരും അതുപോലെ തന്നെ കൂട്ടുകാരും അവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ 1% നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തായാലും നമ്മളെ ജീവിതത്തിൽ പ്രശ്നവും പ്രയാസവും മാത്രമുള്ളത്. അതാണ് പറഞ്ഞത്, നമ്മളെ മുൻഗാമികളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ഏറ്റവും അധികം പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അത് അംബിയാക്കളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പക്ഷെ അവർക്ക് അപ്പോഴും അവരുടെ മനസ്സ് കൈവിട്ടിട്ടില്ല. അള്ളാഹുവിലുള്ള ആ ഒരു ആഴത്തിലുള്ള അറിവും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അനുസരിച്ച് അവർ ജീവിച്ചപ്പോൾ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാക്കിൽ ഫിറഔന് വന്നിട്ട് ആ കടലിന്റെ അവിടെ എത്തിയപ്പം കൂടുള്ളവർ പറഞ്ഞു, ഇന്നാല മുദ്റക്കും, നമ്മൾ പിടിക്കപ്പെട്ടുട്ടോ, നമുക്ക് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താ? കെല്ല, അല്ലട്ടോ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. കടലിനെ പിളർത്തിയില്ലേ? പടച്ചോനാണ്. നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹുവിന് മുമ്പിൽ അത് വെക്കുമ്പോൾ പടച്ചോൻ അതിന് വഴി കാണിച്ചു തരും. തീയിലേക്ക് എറിയപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയാണ് ആ കെമിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ, പിന്നെ തീയിന്റെ പ്രവർത്തനം വരെ, തീയെ നീ തണുപ്പും സമാധാനവും ഏകുക ഇബ്രാഹിമിന് എന്ന് പറഞ്ഞപ്പോൾ തീയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കത്തിയിരിക്കപ്പെട്ടിട്ടില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര കാലം പ്രയാസം അനുഭവിച്ച് ജീവിച്ചു. പ്രാർത്ഥിച്ച് 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 അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം അതൊക്കെ നീക്കിക്കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം പ്രായമാകുന്നവരെ ചരിത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കുന്നത് 80 വയസ്സാവുന്നവരെ മക്കളില്ല.
ആ സമയത്താണ് മലക്കുകൾ വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഭാര്യ പോലും ചിരിച്ചു. ഈ പ്രായത്തിലാണെങ്കിൽ മക്കളുണ്ടാവുന്നത്. പടച്ചോനിൽ തവക്കുൽ ചെയ്തിട്ട് ജീവിക്കുമ്പോൾ പടച്ചോൻ കൊടുക്കുന്നതാണ്. അവരൊന്നും നിരാശപ്പെട്ടിട്ടില്ല. അവരൊക്കെ ഡിപ്രഷൻ, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും വാപ്പിമ്മയും പറയുമ്പോഴേക്ക് ഡിപ്രഷൻ അടിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അവരൊക്കെ ഡിപ്രഷൻ അടിച്ച് എത്ര പ്രാവശ്യം മരിച്ചിട്ടുണ്ടാവണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് പടച്ചോനിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവുമ്പോൾ, ആ തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അസ്മാഉകളും സിഫാത്തുകളും ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബലമുണ്ട്. ഭൂമി മുഴുവൻ നമുക്കെതിരിൽ വന്നാലും പടച്ചോൻ വിചാരിക്കാറ് ഒന്നും സംഭവിക്കൂല. നമുക്ക് എന്ത് തന്നെ ആരൊക്കെ വിചാരിച്ചാലും എനിക്കൊന്നും സംഭവിക്കൂല എന്നുള്ള വിശ്വാസം, അതാണ് തൗഹീദ്. അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്നുള്ളത്. അപ്പൊ അതിലേക്ക് മടങ്ങി വരാൻ നേരത്തെ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു അവസാനം പറയുന്നുണ്ടല്ലോ, വബശ്ശിരി സ്വാബിരീൻ, ഇതിലൊക്കെ ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷവാർത്ത നൽകുക എന്നുള്ളത്. അതിലൊരു സന്തോഷവാർത്ത ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അത് വല്ലാത്തൊരു പദാണ്. ഖുർആനിൽ വളരെ കുറച്ച് മാത്രമേ ഇന്നല്ലാഹ മഅ എന്ന് പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ആളുകളെ കുറിച്ച്, ചില വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹിജ്റ പോകുമ്പോൾ പറയുന്നുണ്ട്, രണ്ടാളുകൾ അവരുടെ കൂടെ, മൂന്നാമനായി അള്ളാഹു ഉള്ളത് അറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവരുടെ വ്യക്തികളുമായി. എന്നാൽ ചില വിശേഷണങ്ങളുള്ളവരുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒന്നാമത്തേതാണെന്ത്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണോ, അള്ളാഹു കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം. അപ്പൊ ആ ഒരു വിശ്വാസം നമുക്ക് കിട്ടാൻ, ആ ഒരു അചഞ്ചലമായ വിശ്വാസവും ആ ഒരു സുരക്ഷിതത്വ ബോധവും നമുക്ക് കിട്ടാൻ വീണ്ടും 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 തൗഹീദിനെ കുറിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുക. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മനസ്സമാധാനവും സന്തോഷവും ശാന്തിയും വേറെ എവിടുന്ന് നമുക്ക് കിട്ടൂല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും പഠനവുമെല്ലാം സ്വാലിഹായ ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബക്കാർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുന്നതോടൊപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് അവരോടൊത്തുള്ള ഒരു കുടുംബ സംഗമം സ്വർഗത്തിൽ, അവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നടന്നെടുക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. സ്വർഗത്തിൽ ഇവിടെ കുടുംബസംഗമം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമ്മുടെ ഒരു കുടുംബസംഗമം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ മലക്കുകൾ നമുക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ അർശുകൾ വഹിക്കുന്ന മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നത് പരിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ആ മക്കളെയും ആ മാതാപിതാക്കളെയൊക്കെ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണമേ എന്ന്. ആ രൂപത്തിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ കൈകൾ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നടന്നെടുക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായ, സാമ്പത്തികമായ, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു റബ്ബെ ഞങ്ങൾക്കിടയിലുണ്ട്, ഞങ്ങൾക്കറിയുന്നവരുണ്ട്. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് തുറവയും ശിഫയും നൽകി അനുഗ്രഹിക്കുന്നതോടൊപ്പം പ്രയാസങ്ങളിൽ പിടിച്ചു നിൽക്കാൻ, ക്ഷമിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിനാ മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.